ഒരു ഫോട്ടോ Hello.
പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ ഓർപ്പിക്കുക, നമ്മളിന്നിവിടെ സ്പീക്കർ ഇങ്ങനത്തെ ഇങ്ങെടുക്ക് ഇല്ല ഇന്ത്യൻ പാർലമെന്റിൽ അമിത്ഷായും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും നടത്തിക്കൊണ്ടിരിക്കുന്ന അംബേദ്കർ വിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഇന്ത്യയിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള മാർച്ചും അതോടൊത്ത് കഴിഞ്ഞ് നമ്മൾ കലക്ടറെ നേരിട്ട് കണ്ട് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി AICC നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന പരാതി ഏൽപ്പിക്കുകയും കളക്ടർ രാഷ്ട്രപതിക്ക് അയക്കാനുമാണ് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ മാർച്ചിന് സ്വാഗതം പറയുന്നതിനു വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ അജിത് മാട്ടൂലിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കര ശ്രീ VA കോൺഗ്രസ് വക്താവ് ഷമാ ഹമൂദ്, ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ, പ്രിയമുള്ളവരെ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിലെ മുഴുവൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റുകളിൽ മാർച്ച് നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി, നമ്മുടെ അഭിമാനമായ ഡോക്ടർ BR അംബേദ്കറെ വളരെ മോശമായ രീതിയിൽ വർഗീയ രാക്ഷസൻ അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാർച്ചിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജാണ്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ മെമ്പർ VA നാരായണൻ അവർകളാണ്. അവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ മാർച്ചിൽ പങ്കെടുത്ത കണ്ണൂർ ജില്ലാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ, KPCC മെമ്പർമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, മുഴുവൻ കോൺഗ്രസിന്റെയും ഭാരവാഹികളെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നുണ്ട് പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവരെ ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർ, മുൻ KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ VA നാരായണൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് നേതാക്കന്മാർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഇന്ത്യൻ പാർലമെന്റിൽ ഭരണകക്ഷിയും അതിന്റെ നേതാക്കന്മാരും ഇവിടെ ഭരണഘടനാ ശില്പി അംബേദ്കറെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളുമായി മുന്നോട്ടു പോകുകയാണ്. നമുക്കറിയാം, അമിത്ഷാ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. കാരണം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യയുടെ ഭരണഘടനയാണ് എന്ന് നമുക്കറിയാം. ആ ഭരണഘടനയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുന്നോട്ടു പോയത് എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കുകയാണ്.
ആ ഭരണഘടന എങ്ങനെ പിച്ചിച്ചിന്താമെന്നുള്ള ഒരു താല്പര്യമാണ് ഭരണകക്ഷിയായുള്ള ബിജെപിക്കും അമിത്ഷായെ പോലെയുള്ള ഭീകരവാദികൾക്കുമുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പറഞ്ഞ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്, അവരിറക്കിയ പത്രപ്രസ്താവനകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. 400 സീറ്റ് ബിജെപിക്ക് ഒറ്റയ്ക്ക് ലഭിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന പൊളിച്ചെടുക്കും എന്ന് പറയുന്നതാണ് ബിജെപി ഈ അധികാര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പക്ഷേ രാജ്യത്തിന്റെ നിലനിൽപ്പ്, രാജ്യത്തിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, രാജ്യത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ഈ ഭരണഘടനയാണ് എന്നുള്ള സത്യം ഈ രാജ്യത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ എല്ലാ കുപ്രചരണങ്ങളെ എതിർത്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യം ഈ ഭരണഘടനയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ രാജ്യം നിലനിന്ന് പോകുന്നതും ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നിങ്ങളൊന്ന് പരിശോധിക്കണം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഈ രാജ്യത്ത് എങ്ങനെയായിരുന്നു, എത്ര ഭാഷകളുണ്ടായിരുന്നു, എത്ര സംസ്കാരമായിരുന്നു, എത്ര ജാതികളുണ്ടായിരുന്നു, ഉപജാതികളുണ്ടായിരുന്നു, പ്രാദേശികപരമായ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളിലും ആ പ്രശ്നങ്ങളിൽ മനം ഒഴിഞ്ഞാടിയ ഇന്ത്യ രാജ്യത്തെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും മുന്നോട്ട് നയിക്കുവാനും ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാനും ഈ ഭരണഘടന സാധിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഭരണഘടനയിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്യം മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഭക്ഷ്യസാധനങ്ങളും വസ്ത്രമായാലും മറ്റ് സാങ്കേതികപരമായ എല്ലാ ഉന്നമനവും ഉണ്ടാക്കിയിരിക്കുന്നതും അതിന്റെ പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിച്ചിരിക്കുന്നതും അതിന്റെ അസ്തിത്വം നിലനിർത്തിയതും ഒക്കെ തന്നെ ഈ ഭരണഘടനയാണ്. ആ ഭരണഘടന പൊളിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രം അത് ഇന്ത്യൻ കോൺഗ്രസിന്റെ ചരിത്രമാണ്. ഇന്ത്യയുടെ ചരിത്രം അത് കോൺഗ്രസിന്റെ ചരിത്രമാണ്. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്നതുൾപ്പെടെ അവിടെ തുടങ്ങി ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ചത് കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ ഓരോന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം. ഈ രാജ്യത്ത് കൊണ്ടുവന്ന ചേരിചേരിന പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും മുൻപന്തിയിൽ ഈ രാജ്യത്തെ ജവഹർലാൽ നെഹ്റു എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ബാങ്കുകൾ ദേശസ്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ എല്ലാവരും സമന്മാരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് 18 വയസ്സായവർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് മറ്റ് IT രംഗത്ത് പുരോഗതി ഉണ്ടാക്കിക്കൊണ്ട് രാജീവ് ഗാന്ധിക്ക് സാധിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തിലെ സാധാരണ സ്ത്രീകൾക്കുൾപ്പെടെ മുന്നോട്ട് വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവർക്ക് തൊഴിൽ കൊടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഈ രാജ്യത്തെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിൽ തെളിക്കുന്ന ഒരു സമീപനം, ഭരണത്തിലേറാൻ ഏത് മാർഗവും സ്വീകരിക്കും എന്നുള്ള സമീപനമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന, അത് നമ്മുടെ ഭരണഘടന, ഈ രാജ്യത്തിന്റെ ഭരണഘടന, നാമൊക്കെ വിശ്വസിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മാർച്ചും ധരണയും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാന്യ മുൻ KPCCയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ AICC മെമ്പറുമായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ V.A. നാരായണൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. ഏറെ പ്രിയങ്കരനായ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കരുത്തുറ്റ നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, പ്രിയപ്പെട്ട ശ്രീമതി ഷമ മുഹമ്മദ്